എഴുന്നേറ്റപ്പം പതിവ് പോലെ ലേറ്റായി. രാവിലെ അല്ല ഉച്ചയ്ക്ക് ഇനിയിപ്പം എന്തെങ്കിലും ഉണ്ടാക്കല്ലേ. കുറെ നാളായി, ഒരാഴ്ചയെങ്കിലും ആയി കാണും താൻ ആഹാരം ഉണ്ടാക്കി കഴിച്ചിട്ട്. എന്നാ പിന്നെ ഒരു മുട്ട ഉണ്ടാക്കാല്ലേ. പട്ടിയെ കടിച്ചു ബൗ ബൗ ബൗ. ഇന്നെനിക്ക് മറ്റേ സംഭവം ചെയ്യണം. മുട്ട വെച്ചിട്ട് ഇങ്ങനെ എടുക്കൂലേ, അത് ഇതുവരെ ചെയ്യാൻ എനിക്കൊരു ധൈര്യം ഇല്ലായിരുന്നു. കാരണം ഓഫീസിൽ പോകുന്ന സമയത്ത് എങ്ങാനും താഴെ വീണ പണിയാവുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ ഇന്ന് ഞാൻ ആ പരിപാടി ചെയ്യും. ഡെയർ ടു ഡ്രീം എന്നാണല്ലോ നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് എവിടെയെങ്കിലും ഒന്ന് പോകണം. 2 ദിവസം അവധി കിട്ടിയല്ലേ, എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണം. ഞാൻ വിചാരിക്കുമായിരുന്നു അല്ലോ ഇവിടെ സൺറൈസ് കാണാൻ പറ്റിയ സ്ഥലമുണ്ട്, നമുക്ക് നാളെ രാവിലെ ഇറങ്ങാൻ സൺറൈസ് കാണാനായിട്ട്. അല്ലെങ്കിൽ ഇസ്കോൺ ടെമ്പിളോ എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് പോകണം. അതുകൊണ്ടായിരുന്നു അത് ഇട്ട കുരുമുളക് പൊടി മാത്രം പൊങ്ങി, മുട്ട പൊങ്ങിയില്ല. അത് ശരിക്ക് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം, വേറൊരു ദിവസമായിട്ട്. അളിയൻ്റെ വീട്ടിൽ നിന്ന് അളിയൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പം അവരെ കാണാനായിട്ട് അങ്ങോട്ട് പോവാം, ചേച്ചിയുടെ വീട്ടിലോട്ട്, അവരുടെ ഫ്ലാറ്റിലോട്ട് പോവാം. പോകണ വഴി എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ? സമോസയോ പാനിപ്പൂരി മേടിക്കാം. പാനിപ്പൂരി മേടിച്ചിട്ടുണ്ടോ? പാനിപ്പൂരി കിട്ടിയില്ല, പക്ഷേ ഇത് കിട്ടി. പൈനാപ്പിൾ. ഇത് പൈനാപ്പിൾ കേരളത്തിൽ നിന്ന് വരുന്ന പൈനാപ്പിളാണെന്ന്. നല്ല മധുരമുള്ള, നല്ല കൊള്ളാം കേട്ടോ. പക്ഷെ ആ ഒരു ഏരിയയിൽ നല്ലൊരു പാനിപ്പൂരി തരുന്ന ചേട്ടനുണ്ടായിരുന്നു. അങ്ങേരെ അവിടെ ഇല്ല. അങ്ങേരുടെയാണ് ഞാൻ ഇതുവരെ കഴിച്ചുള്ള ഏറ്റവും നല്ലത്, സത്യം. ഇനി എപ്പോഴെങ്കിലും കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നല്ല ഐറ്റം, നല്ല മസാലയൊക്കെയാണ്. നോക്കട്ടെ. അവിടെ ചെന്ന് അവിടെയും കണ്ടു, 2-3 പൈനാപ്പിളും കൊടുത്തു. പിന്നെ റെഡി ആയിട്ട് ഇസ്കോണിൽ പോകാം. നല്ല ബോറടിയല്ലേ, അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടെ കുറച്ച് നേരം കറങ്ങി നടന്നിട്ട് പിന്നെ തിരിച്ചു വരാം. ഇതെൻ്റെ 3ാമത്തെ ഇസ്കോണാണ്. ഞാൻ മധുരയിൽ ഒരു ഇസ്കോണിൽ പോയി, ബാംഗ്ലൂരിൽ വേറൊരു ഇസ്കോണിൽ പോയി, ഇത് വേറൊരു ഇസ്കോൺ. ഞാൻ അങ്ങനെ മൊത്തം 3ാമത്തെയാണ്. ഇവിടെ ഇതിനു മുമ്പ് പോയിട്ടില്ല, ഫസ്റ്റ് ടൈം. അപ്പം പോയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. അടിപൊളി എക്സ്പീരിയൻസ്. ഇത് കുറച്ചും കൂടെ നേരത്തെ വരേണ്ടതായിരുന്നു. അപ്പോൾ 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ റൂമിൻ്റെ അടുത്തുനിന്ന്. അപ്പം തിരിച്ച് വീട്ടിലെത്തി. നല്ല സൂപ്പറായിരുന്നു കേട്ടോ, നല്ല പോസിറ്റീവ് എനർജി. എൻ്റെ അകത്തുനിന്ന് ഒരുപാട് വീഡിയോസ് എന്താ എടുക്കാനെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഫോണും ക്യാമറയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതാണ് എല്ലാം പുറത്തു നിന്നുള്ള കെട്ടിടത്തിൻ്റെ മാത്രം വന്നത്, നമുക്ക് അകത്ത് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. ഈ സംബന്ധിച്ച് ഇവിടുന്ന് അപ്പോടെ 5 മിനിറ്റേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് വന്നാൽ പിന്നെ എങ്ങ് പോവാല്ലേ, ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലോ എന്നാൽ വല്ലതും പോവാം. ഇത് ഞാനിപ്പോൾ അപ്പുറത്തെ റൂമിൽ ഫ്രണ്ട്സുമായിട്ടാണ് പോയത്. നോക്കട്ടെ, ഇനിയിപ്പം അവരുടെ കൂടെയും കൂടെ ചേച്ചിയുടെയും ചേട്ടനെയും കൂടെ പോകണം. ശരി എന്നാൽ, അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, താങ്ക്സ്.